മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കൊല്ലാനായിട്ട് ഗുണ്ടകളെ വിട്ടിട്ട് മേഘനാഥനൊക്കെ നല്ല സന്തോഷിച്ച് നിൽക്കുവാണ്. ആ സമയത്താണ് ഗുണ്ട വിളിച്ച് പറയുന്നത്, അയാളെ കൊല്ലാൻ നോക്കിയിട്ട് പറ്റിയില്ല, ഒരുത്തൻ വന്ന് അയാളെ രക്ഷപ്പെടുത്തി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ അവിടുന്ന് പോന്നു എന്നൊക്കെ. അത് കേട്ട് മേഘനാഥന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മേഘനാഥൻ ആ ഗുണ്ടനെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ഓഫീസിൽ നിന്ന് കണ്ണനെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മിയോട് നേരത്തെ ആരും പറഞ്ഞിട്ടുണ്ടായില്ല കണ്ണൻ്റെ വിരലുകൾ ചലിച്ച കാര്യം. മഹാലക്ഷ്മി വന്നു കഴിയുമ്പം മഹാലക്ഷ്മിയോട് കണ്ണൻ പറയും എൻ്റെ കാലയിലേക്ക് നോക്കിയെന്ന്. അങ്ങനെ മഹാലക്ഷ്മി കാലയിലേക്ക് നോക്കുന്ന സമയത്ത് കണ്ണൻ്റെ കാൽവിരലുകൾ അനക്കി കാണിക്കുന്നുണ്ട്. അത് കണ്ട് സന്തോഷം സഹിക്കാൻ പറ്റാതെ മഹാലക്ഷ്മി ആ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട്. ദൈവങ്ങളെ നന്ദി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് സങ്കടപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അനന്തു നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനെ കൊല്ലാനായിട്ട് ഒരു ഗുണ്ട വന്നു, അവൻ ഇവൻ്റെ മുഖം പൊത്തിപ്പിടിച്ചപ്പം ഇവൻ മരണപ്രാണത്തിൽ ഇവൻ്റെ കാൽവിരലുകൾ അനക്കിയതാണ്. ആ സമയത്ത് വേറൊരു പയ്യൻ വന്ന് ഇവനെ രക്ഷപ്പെടുത്തുക ചെയ്ത്, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇവനെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു, ഇപ്പം മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയണു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആ ഗുണ്ടേനെ അയച്ചത് ഒന്നിൽ എൻ്റെ രണ്ടാനച്ഛനോ അല്ലെങ്കിൽ കണ്ണേട്ടൻ്റെ ബന്ധുക്കളോ ആയിരിക്കും എന്ന് പറയണു. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങളവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ഒരുപാട് കാലമായി അവർ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കണു. ആദ്യം കണ്ണേട്ടൻ്റെ മരുന്നിൽ വിഷം ചേർത്ത് കണ്ണേട്ടനെ നടക്കൂലാണ്ടാക്കിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ണേട്ടന് കൊടുത്ത മരുന്നിലൊക്കെ അവർ മായം കലർത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ഗുണ്ടയെ അയച്ചേക്കണു. ഇനി എന്തായാലും ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവർക്കുള്ള തിരിച്ചടി എത്രയും വേഗം കൊടുക്കണം എന്നൊക്കെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. പിന്നീട് കണ്ണേട്ടനെ രക്ഷിച്ച ആ ആളെ എനിക്കൊന്ന് കാണണം, അയാൾ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പം അനന്ത് പറയുന്നുണ്ട്, അയാൾ ആ തോമസ് ഡോക്ടറുടെ അടുത്ത് ഉണ്ടാവും, മഹി അങ്ങോട്ട് ചെന്നാൽ മതി, ഡോക്ടർ കാണിച്ചു തരുമെന്ന് പറയുന്നു. വേഗം തന്നെ മഹി ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറോട് വിവരം പറയുമ്പോൾ ഡോക്ടർ പറയും, ഞാൻ കാണിച്ചു തരാം, അവൻ മാർക്കോയാണ്, അവൻ നല്ലൊരു പയ്യനാണെന്നൊക്കെ പറഞ്ഞ് മഹീനെ അവർ കിടക്കുന്ന റൂമിലോട്ട് കൊണ്ടുപോകാണ്ടോ. ആ റൂമിൽ ചെന്ന് തോമസ് ഡോക്ടർ മാർക്കോ എന്നും പറഞ്ഞ് വിളിക്കുമ്പം ആ പയ്യൻ തല തിരിച്ച് നോക്കുന്നുണ്ട്. ആ സമയത്ത് മഹിക്ക് അയാളെ കണ്ടിട്ട് ഭയങ്കര അത്ഭുതമാണ്. കാരണം മഹി അന്ന് അയാളെ വഴിക്ക് വെച്ച് കണ്ടിട്ട് അയാളെ ഫോളോ ചെയ്ത് പോകാനൊക്കെ തീരുമാനിച്ചേർന്നതാണല്ലോ. അണ്ട് ലേഖ സമ്മതിക്കാത്തതുകൊണ്ട് തിരിച്ചു പോന്നതാണല്ലോ. പിന്നെ അന്ന് രക്ഷിച്ചതിന് ശേഷം ഇയാളെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് നടന്നതുമായിരുന്നല്ലോ. വീണ്ടും ആ പയ്യൻ തന്നെ തൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ചുല്ലോ എന്ന് ഓർത്ത് മഹിക്ക് ഭയങ്കര അത്ഭുതമാവുന്നുണ്ട്. പിന്നീട് മഹി പറയുന്നുണ്ട്, താനാണോ എൻ്റെ കണ്ണേട്ടനെ രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ തന്നെ രക്ഷിച്ച. അന്ന് താൻ എന്നെ രക്ഷിച്ചിട്ട് തന്നോടൊരു നന്ദി വാക്ക് പറയാൻ പോലും എനിക്ക് സാധിച്ചില്ല. കണ്ണേട്ടനും അന്ന് തന്നെ ഒരുപാട് അന്വേഷിച്ചേർന്നു, പക്ഷേ താൻ പിന്നെ വന്നില്ലല്ലോ. തൻ്റെ വീടോ നാടോ ഒന്നും അറിയില്ലാതിരുന്നുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനും ഞങ്ങൾക്ക് പറ്റിയില്ല എന്നൊക്കെ മഹി പറയുന്നു. എന്തായാലും ഇപ്പോൾ കയ്യോടെ തന്നെ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുക, താൻ എൻ്റെ കൂടെ വാന്നും പറഞ്ഞ് മഹി മാർക്കോനെ വിളിച്ച് കണ്ണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കണ്ണൻ്റെ അടുത്ത് ചെന്നിട്ട് മഹി പറയുന്നുണ്ട്, കണ്ണേട്ട എന്നെ അന്ന് രണ്ടാനച്ഛൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയപ്പോൾ ഒരു പയ്യൻ വന്ന് രക്ഷിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവനാണ്. ഈ പയ്യനെ എന്നെ അന്ന് രക്ഷിച്ച അന്ന് എന്നോട് പേരും വീട് എവിടെയാണെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അതാണ് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റാണ്ട് പോയത്. ഇന്നിപ്പോൾ എൻ്റെ കണ്ണേട്ടനെയും രക്ഷിക്കാൻ ഈ പയ്യൻ തന്നെ വേണ്ടി വന്നു. ദൈവങ്ങൾ അയച്ചതാണ് ഈ പയ്യനെ എന്നൊക്കെ മഹാലക്ഷ്മി പറയണു. പിന്നീട് അവർ കുറേ നേരം സംസാരിച്ചതിന് ശേഷം മാർക്കോ തിരിച്ചു പോയതിന് ശേഷം കണ്ണൻ മഹിയോട് പറയുന്നുണ്ട്, നമുക്ക് ആ പയ്യനക്കൊരു ജോലി കൊടുത്താലോ, നമ്മളുടെ ഓഫീസിലൊരു ജോലി കൊടുക്കാമെന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട്, അത് വേണോ കണ്ണേട്ടാ, പണ്ട് സാഹറിനെ നമ്മൾ വിശ്വസിച്ച് നിർത്തിയതല്ലേ, എന്നിട്ട് അവൻ നമ്മളോട് ചെയ്തത് എന്താ, അപ്പോൾ നമ്മൾ അതുപോലെ എല്ലാവരും വിശ്വസിക്കാൻ കൊള്ളുമോ കണ്ണേട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ അങ്ങനെ കുഴപ്പമുള്ള ആളൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നണേ. തോമസ് ഡോക്ടറും പറഞ്ഞത് നല്ലൊരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ കൂടെ ഇയാളെ നിർത്താണെങ്കിൽ നല്ലതാ മഹി എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കണ്ണേട്ടാന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഉണ്ണിയും ദുർഗയും മഞ്ജുവൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ്റെ വണ്ടി വരുന്ന ഒച്ച കേട്ട് അവരെല്ലാവരും നോക്കുമ്പം കണ്ണൻ വീൽ ചെയറിൽ മഹി ഉന്തിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുകൊണ്ട് കണ്ണൻ വന്നതിന് ശേഷം എന്താ എന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വിഷമം, ഞാൻ ജീവനോടെ വരില്ല എന്ന് വിചാരിച്ചല്ലേ നിങ്ങളെല്ലാവരും ഇരുന്നതെന്ന് ചോദിക്കുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, ആ എന്താ മോനെ നീ അങ്ങനെ പറയണേ, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയണു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കാഞ്ഞിട്ടാണല്ലോ എന്നെ കൊല്ലാനായിട്ടൊരു ഗുണ്ടേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്, അവൻ എന്നെ കൊല്ലാനും നോക്കി, അതിൻ്റെ ഇടയ്ക്ക് ദൈവദൂതനെ പോലെ ഒരാൾ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോയേനെ. എന്നെ കൊല്ലാൻ ഗുണ്ടകളെ അയച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്,
കണ്ണേട്ടന് ഇതെന്തൊക്കെയാ പറയണേ? കണ്ണേട്ടനെ കൊല്ലാൻ ആളെ അയച്ചുന്നോ? ആരെ അയച്ചുന്നോ ഈ പറയണേ? കണ്ണേട്ടന് ഞാനുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ കണ്ണേട്ടനെ കൊല്ലാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല എന്ന് പറയണു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ കൊന്നേനെ അല്ലേ എന്ന് ചോദിക്കണു. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ എന്തിനാ പറയണേ? ഞങ്ങളങ്ങനെ ആരെ അയച്ചിട്ടൊന്നുമില്ല എന്ന് ഉണ്ണി പറയുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ആരയച്ചതാണെങ്കിലും ഞാനത് കണ്ടുപിടിച്ചിട്ട് എന്നെ കൊല്ലാനായിട്ട് ഗുണ്ടേനെ അയച്ചത് ആരാണെങ്കിലും അവനെ ഞാൻ പൂട്ടേണ്ട രീതിയിൽ തന്നെ പൂട്ടുകയും ചെയ്യും. പിന്നെ അവൻ പുറലോകം കാണൂല എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ മഞ്ജുവിനും ദുർഗയ്ക്കൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് ആവുന്നുണ്ട്. അവർക്കൊക്കെ അറിയാലോ മേഘനാഥനാണ് ഈ ഗുണ്ടേനെ അയച്ചേക്കണേന്ന്. പിന്നീട് ദുർഗ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, മഞ്ജു സ്വർണ്ണം എടുക്കാൻ ചെന്നിട്ട് നീ ഇടിപ്പിക്കാണ്ടിരുന്ന എന്താ? നിൻ്റെ അച്ഛനായിട്ട് തുടങ്ങിയ സ്ഥാപനമല്ലേ അത്? അപ്പോൾ പിന്നെ അവൾക്കും അതിൽ അവകാശമില്ല, എന്തുകൊണ്ടാണ് നീ ആ സ്വർണ്ണം എടുക്കണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെൻ്റെ അമ്മയുടെ സ്വത്താണ്, അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണ അവകാശി ഞാൻ മാത്രമാണ്. എൻ്റെ സ്വത്തിൽ വേറെ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വർണ്ണക്കടയിൽ നിന്ന് സ്വർണ്ണം എടുക്കണമെങ്കിൽ അതിന് പൈസ കൊടുക്കണം. പൈസ കൊടുക്കാണ്ട് ആർക്കും സ്വർണ്ണം കൊടുക്കണ്ടെന്ന് ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മഞ്ജു അല്ല, എൻ്റെ രണ്ടാനമ്മ ചെന്ന് സ്വർണ്ണം ചോദിച്ചാലും അവർ പൈസ ഇല്ലാതെ തരില്ല. എൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ, അത് പിന്നെ എൻ്റെ ഭാര്യയ്ക്കും അവകാശമുണ്ട്, അല്ലാണ്ട് എൻ്റെ സ്വത്തിൽ വേറെ ആർക്കും അവകാശമില്ല എന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ അത് കേട്ടിട്ട് ദുർഗയ്ക്കും മഞ്ജുവിനൊക്കെ അങ്ങ് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണേനെയാണ്. കരുണ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. കാരണം കണ്ണൻ മരിച്ച് തിരിച്ചു വരുമെന്നും പറഞ്ഞാണല്ലോ കരുണ കമലേശ്വരത്തേക്ക് വന്നത് തന്നെ. ഉണ്ണി വിശ്വസിപ്പിച്ചേർന്നല്ലോ ഇനി ഒരിക്കലും കണ്ണൻ ജീവനോടെ വരില്ല. ആസ്പത്രിയിലിട്ട് കണ്ണനെ കൊല്ലാനുള്ള ഏർപ്പാടൊക്കെ മേഘനാഥൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ശവമായിട്ട് ഇനി വരുള്ളൂ എന്നും പറഞ്ഞാണല്ലോ കരുണ വന്നത്. മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് ആംബുലൻസിൽ വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് വന്ന കരുണ മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് വന്നാണ്ടപ്പോൾ കരുണയ്ക്ക് സഹിക്കുമോ? കരുണ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോടി. അതെ, എനിക്ക് നല്ല സന്തോഷമുണ്ട്. എൻ്റെ കണ്ണേട്ടൻ മരിച്ചു വരുന്നത് കാണാൻ വേണ്ടി വന്നവളല്ലേടി നീ എന്നൊക്കെ കരുണയോട് ചോദിക്കുന്നു. അപ്പം കരുണയ്ക്ക് ഒരടി കൊണ്ടതുപോലെ ആവുന്നുണ്ട്. അപ്പം നീ എന്ത് പറഞ്ഞടി എന്ന് പറഞ്ഞു കരുണ മഹാലക്ഷ്മിയെ തല്ലാനായിട്ട് കൈ ഉയർത്തിയത്. മഹാലക്ഷ്മി ആ കയ്യെ പിടിച്ച് നന്നായിട്ടൊന്ന് ഞെക്കിയിട്ട് താഴേക്ക് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എൻ്റെ കണ്ണേട്ടൻ്റെയാണ്. അത് നിന്നോട് കണ്ണേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇതൊന്നും നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നിൻ്റെ അഹങ്കാരത്തിനും മല്ലിനും ഇനി ഞാൻ വിട്ടു തരില്ല. ഇതെല്ലാം എൻ്റെ കണ്ണേട്ടൻ്റെ സ്വത്തുക്കളാണ്. അപ്പം ഇതിനകത്ത് എനിക്കാണ് അവകാശമുള്ളത്. നീയും നിൻ്റെ ഭർത്താവും മറ്റുള്ളവരും കണ്ണേട്ടനെ ആശ്രയിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കോ. നീ ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇതിനു മുമ്പ് ഇത് മൊത്തം കണ്ണേട്ടൻ്റെ സ്വത്തുക്കളാണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് ഇഷ്ടപ്പെടാണ്ട് നീ ഇവിടുന്ന് പോയതല്ലേ. പിന്നെ നീ എന്തിനാ തിരിച്ചു വന്നേ? അതും ഞങ്ങളില്ലാത്ത നേരം നോക്കി നീ ഈ വീട്ടിൽ കയറിപ്പറ്റി. അതും ഞങ്ങളുടെ ചെലവിൽ ജീവിച്ചുകൊണ്ട് നീ ഞങ്ങൾക്കെതിരെ കുറയ്ക്കുന്നോടി എന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി നല്ലോണം അങ്ങോട്ട് കരുണേനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് കരുണയ്ക്ക് അത്ഭുതമാവുന്നുണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരിക്കലും മഹാലക്ഷ്മി അവളോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അവൾ എന്ത് പറഞ്ഞാലും മഹാലക്ഷ്മി അത് കേട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കാറേ ഉള്ളൂ. ആദ്യമായിട്ടാണ് മഹാലക്ഷ്മി ഇങ്ങനെ പ്രതികരിക്കുന്നത്. എന്നിട്ട് പിന്നെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് എൻ്റെ കണ്ണേട്ടനെ കൊല്ലാനായിട്ട് ഗുണ്ടേനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയാം. അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഞാൻ നന്നായിട്ട് തരുന്നുണ്ട്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയൊരു മഹാലക്ഷ്മിയാണ്, പഴയ മഹാലക്ഷ്മിനെ അല്ല. ഇത്രയും നാളും ഞാൻ വേണ്ട എന്ന് വിചാരിച്ച് എല്ലാവരോടും ക്ഷമിക്കുമായിരുന്നു. ഇനി ഞാൻ അങ്ങനെ ക്ഷമിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ വെച്ച് കളിക്കുന്ന നിങ്ങളെ ആരെയും ഞാൻ ഇനി വെറുതെ വിടുകയുമില്ല. നിൻ്റെ അച്ഛനുണ്ടല്ലോ, നിൻ്റെ അച്ഛനും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം. നിൻ്റെ അച്ഛനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കരുണയോട് നല്ലോണം അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. ആ സമയത്ത് കരുണ ഫോൺ വിളിക്കുന്നുണ്ട്. കരുണ ഫോൺ വിളിച്ചിട്ട് അവരോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു. അയാൾക്ക് ഒരു കുഴപ്പവും പറ്റാണ്ട് അയാളും അവളും തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾക്കടെ സന്തോഷമൊക്കെ ഇപ്പോൾ ഒന്നും കൂടി കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല അവൾ എൻ്റെ മുഖത്ത് നോക്കി ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ വരെ പറഞ്ഞു. അവളെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജീവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോളെന്നാണ് അവൾ എന്നോട് പറഞ്ഞേക്കണേന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും മോളെ? ആ സ്വത്തുക്കളെല്ലാം കണ്ണൻ്റെ പേരിലുള്ളതല്ലേ. കണ്ണൻ്റെ അമ്മയുടെ സ്വത്തുക്കളാവുമ്പം അതിനകത്ത് ഉണ്ണിക്കോ മഞ്ജുവിനോ ഒന്നും യാതൊരു അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവരുടെ ആശ്രിതരെ പോലെ അവിടെ ജീവിക്കേണ്ടി വരും. വേറെ നിർവാഹമൊന്നും ഇല്ലയെന്ന് പ്രതാപൻ പറയണു. അത് കേട്ട് കരുണയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വേലക്കാരിനെ പോലെ ജീവിച്ചുകൊണ്ടിരുന്ന അവളുടെ കീഴിൽ ആശ്രിതയായിട്ട് ഞാൻ ജീവിക്കണം എന്നാണ് അച്ഛൻ എന്നോട് പറയണതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും മോള് കുറച്ച് നാളുകൂടിയും ക്ഷമിച്ച് അവിടെ നിൽക്കുക. എന്തായാലും വാമദേവനും മേഘനാഥനൊക്കെ കൂടി അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. ഇനി അധിക കാലമൊന്നും അവനെ ജീവനോടെ ഇരിക്കാൻ അവർ അനുവദിക്കൂല. അതുകൊണ്ട് മോള്
കുറച്ചൊന്ന് ക്ഷമിക്കുന്നൊക്കെ പറയണു. പിന്നീട് കാണിക്കുന്നത് ഉണ്ണീനെയാണ്. ഉണ്ണി വരുന്ന സമയത്ത് കരുണ ചെന്നിട്ട് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞ അയാളെ ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ മഹാലക്ഷ്മി കരഞ്ഞുകൊണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാവുന്നു. എന്നിട്ടിപ്പോൾ അയാളും മഹാലക്ഷ്മി നല്ല സന്തോഷത്തോടു കൂടിയാണല്ലോ വന്നിരിക്കുന്നത്. അയാൾക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. നിങ്ങളുടെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ വെറും വിഡ്ഢിയായിപ്പോയി. അവൾ കരഞ്ഞുകൊണ്ട് വരുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൾ നേരത്തേതേലും സന്തോഷമായിട്ടാണ് വന്നേക്കണേ എന്നൊക്കെ പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട്, മേഹേട്ടനെ ഏർപ്പാട് ചെയ്ത ഗുണ്ട അയാളെ മുഖത്ത് കൈയമർത്തി ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലാനായിട്ട് നോക്കിയതാണ്. ആ സമയത്ത് ഏതോ ഒരാൾ വന്ന് അയാളെ രക്ഷപ്പെടുത്തിയെന്നാണ് പറയണത്. അവർക്കാണെങ്കിൽ ദൈവങ്ങളുടെ അനുഗ്രഹം നല്ലോണം ഉണ്ട്. കാരണം മഹാലക്ഷ്മി എപ്പോഴും അമ്പലം കയറി നടക്കുന്ന ആളാണല്ലോ. പിന്നെ അവരുടെ കയ്യിൽ ഉള്ള ആ അയ്യപ്പ വിഗ്രഹവും അവരുടെ കൂട്ടിനായിട്ട് എപ്പോഴും ഉണ്ടാവും. ചിലപ്പോൾ ആ വിഗ്രഹത്തിന് ജീവനൊക്കെ ഉള്ളതായിരിക്കാം. കാരണം അന്ന് നമ്മളത് കൊണ്ടുപോയി പുഴയെ കളഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മളുടെ പൂജാമുറിയിൽ ആ വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരൊന്നും ചെയ്യാൻ മറ്റുള്ളവർക്ക് പറ്റാത്തതെന്നൊക്കെ ഉണ്ണി പറയുമ്പം കരുണയ്ക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. അവൾ കരഞ്ഞുകൊണ്ട് വന്നത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് നടക്കണതാണ് ഞാൻ കാണണം. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല ഉണ്ണിയേട്ടാന്നൊക്കെ കരുണ പറയണു. ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.